ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നേക്കാൻ നമുക്ക് ഒരു മെറ്റിയോറ വന്നേക്കുന്നത്. ഒരു മാസം ആയുള്ള വണ്ടി, പക്ഷേ അതിന് ലൈറ്റിന് വെട്ടക്കുറവ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സോർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വയറിങ്ങിനും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് HJയുടെ ഫോഗ് ലാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, ഇനി വയറിങ്ങിന് ചെയ്യണം. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ വയറിങ് ഇതാണ് ഓക്സ്പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പം നമ്മുടെ മെറ്റിയോറാണ്. ഇതിൻ്റെ ഹെഡ്ലൈൻ നല്ല വെട്ടക്കുറവുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് കസ്റ്റമർ ഫോഗ് ലാമ്പ് വെക്കാൻ വേണ്ടി വന്നത്. ഫോഗ് ലാമ്പ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് കാർഡാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. HJ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. കുറച്ച് മോഡൊക്കെ അതിന് വരുന്ന മോഡലാണ്. വൈറ്റ്, യെല്ലോ, അതുപോലെ ബ്ലിക്ക് ഇറങ്ങിയ ആ ഒരു മോഡ് വരും. അപ്പോൾ ഈ ഒരു മോഡലിന് നമുക്ക് ഐറ്റം എന്തൊക്കെ വരും നോക്കാം. അത് നമ്മൾ പതിവായിട്ട് തന്നെ സെയിം തന്നെയാണ് വന്നേക്കുന്നത്. വേറെ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വേറെ ഇവരുടെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമുക്ക് നോർമലായ റിലേയും അതിൻ്റെ 2 ഫ്യൂസ് കൺട്രോള്, അതിൻ്റെ സ്വിച്ച്, ഇത്രയും വരുന്നുണ്ട്. ഇത്ര നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അയച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. വയറിങ്ങിട്ട് നമ്മളെ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടാങ്കും സീറ്റും എല്ലാം ഊരിയെടുത്തിട്ട് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ആ റൂട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് വിടണം. അത് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെറ്റീരിയലിൻ്റെ വയറിങ്ങിൻ്റെ സെക്ഷനും കഴിഞ്ഞിരിക്കണം. വയറിങ് നമ്മൾ ഫോഗ് ലാമ്പുള്ള വയറിങ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വയറിങ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റൂട്ട് വേഗം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വയറിങ്ങിൻ്റെ റൂട്ട് വേഗം റിലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബാറ്ററി കണക്ഷൻ പോകുന്നുണ്ട്. അങ്ങോട്ട് ബാറ്ററി കണക്ഷൻ പോകുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ്. ഇത് കറക്റ്റ് റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് പോയേക്കുന്നത്. അതുകൊണ്ട് ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ ഇപ്പോൾ പോയേക്കുന്നത്. ഇവിടെ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ മെയിൻ വയറിങ് തന്നെ അതിന് കേബിൾ ടൈ ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് വയറിങ്ങിൻ്റെ സെറ്റ്. അപ്പോൾ അടുത്ത ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ പറഞ്ഞാൽ ഫോഗ് ലാമ്പിൻ്റെ മെയിൻ ചാവി കൊണ്ടുവന്ന കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് ഫിറ്റാണ്. കീയുടെ ഓണാവുന്ന കണക്ഷൻ ഇതാണ്. ഫോഗ് ലാമ്പ് ഇതാണ്. അപ്പോൾ നമുക്ക് വെട്ടം ചെക്ക് ചെയ്ത് നോക്കാം. മോഡ് നോക്കിക്കളെ. വൈറ്റ്, യെല്ലോ, ഫ്ലിക്കർ, വൈറ്റ്. പിന്നെ സ്പെഷ്യൽ മോഡുണ്ട് റെഡ്. ഒരു രക്ഷയില്ല, ഇതൊരു വേറെ ലെവലാണ്. പാർക്കിങ്ങിനൊക്കെ വണ്ടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേറെ ലുക്ക് തന്നെ വരും ഫോട്ടോഷൂട്ടിനൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതാണ് വർക്ക്. നമുക്കിനി ബാക്കി ബോഡിയിൽ ഫിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഷോർട്ട് റൈഡിലോട്ട് പോയേക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെറ്റീരിയലിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫോഗ് ലാമ്പ് ഫിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മുടെ പുതിയ മെറ്റീരിയലിൻ്റെ ലുക്ക് വരുന്നത്. ഫോഗ് ലാമ്പ് വരുമ്പോൾ തന്നെ പ്രത്യേക ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. നോർമൽ നോക്കിയാൽ ഒറ്റയടിക്ക് നോക്കി അറിയത്തില്ല. നമുക്ക് ആ മോഡ് വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ഇതാണ് ആ ലുക്ക്. നമുക്ക് അടുത്ത മോഡൽ ചേഞ്ച് ചെയ്ത് നോക്കാം. നൈറ്റ് കറക്റ്റ് വിസിബിലിറ്റി അറിയത്തുള്ളൂ. നമുക്ക് യെല്ലോ, ഫ്ലിക്കർ, വൈറ്റ്, യെല്ലോ, ഫ്ലിക്കർ. പിന്നെ ഈ വേറൊരു മോഡുണ്ട് റെഡ്. അപ്പോൾ ഇതുള്ള വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻ വർക്കായാലും പെയിൻറ്റിങ് വർക്കായാലും അല്ല ഇലക്ട്രിക്കൽ വർക്കായാലും എന്ത് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം നമ്മളെ വണ്ടി സ്റ്റോക്കായിട്ട് തന്നെ വണ്ടി ചെയ്ത് തരുന്നതാണ്. കാരണം വയറിംഗ് ഒന്നും കട്ടിങ് ഒന്നും ചെയ്യാതെ ക്ലിപ്പ് ചെയ്യേണ്ടത് ക്ലിപ്പ് ചെയ്ത് പക്ക പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇതിലുള്ള വീഡിയോസ് ഇനി വരുന്നതാണ് പ്രോപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.